നിലമ്പൂർ ഉച്ചക്കുളം കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ആദിവാസി സ്ത്രീ ജീവൻ വെടിഞ്ഞ് കിടക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ ഇവിടുന്ന് ഈ മൃതദേഹം കൊണ്ടുപോകുവാൻ പ്രദേശവാസികൾ സമ്മതിക്കുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണം. കളക്ടർ ഇവിടെ എത്തണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ DCC പ്രസിഡന്റ് VS ജോയ് അതുപോലെ അരുൺ ഷൗക്കത്തൊക്കെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് എല്ലാവരും അത് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അവസ്ഥ? അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിരന്തരമായി ഈ ആക്രമണങ്ങളെ നേരിടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു പരിഹാരവും ഇതിനില്ല. DFOയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്ന് പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു, പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു. ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ശാശ്വതമായ പരിഹാരം ഇവിടെ വെച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം ബോഡി എടുത്താൽ മതി എന്നുള്ളതാണ്. അവർ പറയുന്നത് വളരെ ന്യായമാണ്. അവരുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഒരു സുരക്ഷിതത്വമില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വനസമ്പത്താണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരെ, ഈ കോളനിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്തുകൊണ്ട് വിനിയോഗിച്ചൂടാ? ഇപ്പോഴും ഫണ്ടില്ല എന്നാ പറയുന്നത്. ഓരോ വർഷവും എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് ഇവിടുന്ന് പോകുന്നത് ഈ വനമേഖലയിൽ നിന്ന്. ആ സ്വത്തിന്റെ ഇടയിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന കൂട്ടമായ ആക്രമണങ്ങളെ നേരിടുന്നത്. ഇപ്പൊ പറയുന്നു കിഫ്ബി ആയിരുന്നു, കിഫ്ബിയിൽ ഫണ്ടില്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ഇവർക്ക് ശാശ്വതമായൊരു സംരക്ഷണം ഉണ്ടാവണം. അതിന് DFO പറഞ്ഞാൽ പോരാ, അത് കലക്ടർ അല്ലെങ്കിൽ കലക്ടർ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആ കാര്യം വന്ന് കൃത്യമായി പറയണം എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞാലും പോരാ, അത് എഴുതി തരണം എന്നതാണ് അവരുടെ ഡിമാൻഡ്. അത് വളരെ ന്യായമാണ്. അത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏതൊരറ്റം വരെ വേണമെങ്കിലും അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ തീരുമാനം ഉണ്ടായിട്ടേ ബോഡി എടുക്കുന്നുള്ളൂ എന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം? ഞങ്ങൾ ഉച്ചക്കുളം കോളനിയിലുള്ളത്. ഈ കോളനിയിൽ പട്ടാപ്പകൽ പോലും ആനയുടെ വിളയാട്ടാണ്. രാത്രി ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കോളനിവാസികൾ ഈ ആനയുടെ വലിയ ഭീഷണിയിലാണ്. പക്ഷേ അവർക്ക് പ്രാഥമികമായി സംരക്ഷണം ഒരുക്കാൻ ഇവിടെ ട്രെഞ്ചിങ് ഇല്ല, ഫെൻസിങ് ഇല്ല. അടിയന്തരമായി ഇവിടുത്തെ കോളനികൾ വാസികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അടിയന്തരമായി അവർക്ക് ഈ കോളനിക്കകത്ത് കാട്ടാന വരാതെ ഇവിടെ ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കണം. അതാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ മിനിമം ഡിമാൻഡ്. ഞങ്ങൾ അതിനോടൊപ്പമാണ്. വനം വകുപ്പ് കിഫ്ബിയുടെ ഫണ്ടുണ്ട്, ആ ഫണ്ടുണ്ട്, ഈ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞ് 2-2.5 വർഷമായി ഇത് വലിച്ച് നീട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും DFO ഉറപ്പ് നൽകിയാലും DFO നിരന്തരമായി തന്ന ഉറപ്പ് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഉത്തരവാദിത്തപ്പെട്ട സബ് കളക്ടർമാർ ഇവിടെ നേരിട്ട് വന്ന് ഈ ഉറപ്പ് കൊടുത്ത്, രേഖാമൂലം ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ബോഡി ഇവിടുന്ന് മാറ്റാൻ കോളനിയിലെ ഇതിന്റെ കുടുംബാംഗങ്ങൾ സമ്മതിക്കുള്ളൂ. ആ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ. പിന്നെ എനിക്ക് കൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എനക്കാൻ സമ്മാനാണ്. പിന്നെ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഒരു ബോധന പോകണ ഇപ്പോൾ കോടതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. നല്ല മുറിനെ കൊണ്ട് സമ്മാനം നമുക്ക് പോകണം. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ട്രെഞ്ചാണ് ഇവിടെ പിന്നെ നിർബന്ധമായിട്ട് ഇവിടെ വേണ്ടത്. ഇവര് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ തലമുറ, എന്റെ അമ്മനച്ഛന്മാരുള്ള കാലത്ത് ഇവരോട് പറഞ്ഞ വർത്തമാനം ഇവിടെ ട്രെഞ്ച് കെടുത്തരാ, മതിൽ കെടുത്തരാ വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതുവരെ ഒന്നും പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ല അതെ, അല്ലാതെ പിന്നെ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ പോലും ഇങ്ങോട്ട് പരിസരത്തേക്ക് വരൂല. അങ്ങനെയാണ് വല്ല പരിപാടി. കളക്ടർ വന്നിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. അതെ അതെ അതെ, കളക്ടർ വന്നിട്ട് അതിനെ തീരുമാനം തന്നത്. അതാണ് ഇപ്പൊ ഞങ്ങളെ നിർബന്ധം. ഇത് തന്നെ. അതെ. ഇവിടെ എത്ര കുടുംബങ്ങളെ താമസിക്കുന്നത്? ഞങ്ങളിവിടെ ഒരു 32 കുടുംബം ഉണ്ടാവും. എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഇരിക്കണം. അതെ അതെ. ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതോടൊപ്പം ഇവര് പിന്നെ ഈ കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് ഉപജീവനമാർഗം നടത്തുന്നത്. അപ്പോൾ ആ മരിച്ച കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ ആ കുട്ടിക്കൊരു ജോലി സർക്കാരിന്റെ വക അത് കൊടുക്കണം. അതൊക്കെയാണ് ഇവരെ ഒരു ഡിമാൻഡായിട്ട് പറയാനുള്ളത്. ഇങ്ങനെ രാവിലെ സംഭവം ഉണ്ടായതെന്ന് രാവിലെ പോത്തിനെ കൊണ്ട് പോയത് നോക്കണം. പോത്ത് രാവിലെ പാർത്തി കഴിച്ചു വിട്ടപ്പോൾ കാട് കയറി പോയപ്പോൾ പോത്തിനെ തെളിച്ചു കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ്
ആ അല്ല അതിന്റെ ഭർത്താവൊക്കെ അഞ്ചാളുണ്ടായിരുന്നു അതിൽ ബാക്കിലാര് വീണത് ഇതാണ്. അങ്ങനെ പാവപ്പെട്ട കുടുംബമാണ്. പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും 3 മക്കളും 2 പെൺമക്കളും 1 ആൺകുട്ടിയുള്ളത്. അതിൽ ഭർത്താവിന് സുഖമല്ല. ഈ കുടുംബത്തിനെ സംരക്ഷിച്ചിരുന്നപ്പോൾ ഈ മരിച്ചായി കിടക്കുന്ന ഈ സരോജിനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവർ ആടിനെ മേച്ചും പോത്തിനെ മേച്ചുമാണ് ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ വനവിഭവങ്ങൾ ഇവർക്ക് കിട്ടണില്ല. വനത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കണില്ല. ഈ വനാവകാശ നിയമമൊക്കെ ഇവരെ പോലുള്ള പാവങ്ങൾക്ക് അത് സംരക്ഷണം കൊടുക്കണില്ല. അപ്പം എന്താന്ന് വെച്ചാൽ ഇവർ ഇപ്പം ഇവിടെ അന്യം നിന്നുപോയ ചാമ കൃഷി, മഞ്ഞൾ കൃഷി, അതുപോലെ തന്നെ ഇഞ്ചി കൃഷി, ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്തിട്ട് തൊഴിലുറപ്പിൽ കൂടി ചെയ്തിട്ടാണ് ഈ 32 കുടുംബം ഇവിടെ ജീവിക്കുന്നത്. അവർക്ക് നാടുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ ഈ വനത്തിന്റെ ഉള്ളിൽ കൂടെ പോകണം. എന്ത് സംഭവിച്ചാലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പോണ സ്ഥലമാണ്. ഈ ആന ഇതിനു മുൻപും ഇവർ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ഉച്ചറസ്റ്റിന് കയറിയിരുന്നപ്പോൾ അതിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി ഒരാളെ തട്ടിയിട്ടുണ്ട്. ഈ ആന തന്നെയാണ് മണികണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ചക്ക് മുമ്പ് കൊന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ സരോജിനിനെ കൊന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് ഈ കൊന്ന ആന ഏതാണ് എന്ന് പോലും ഒന്ന് അന്വേഷിക്കാൻ ഇവിടെ ഇതിപ്പോൾ 5-6 പ്രാവശ്യമായി. ഇപ്പം ഇന്നലെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ ആന ഏതാണ് ഈ ആന? കാരണം ഒന്നിലധികം ആനകൾ ഉള്ളതാണ് ഞങ്ങൾക്കറിയാം. ഈ ആന ഏതാണ്? ഈ ആനേനെ ഒന്ന് നിരീക്ഷിക്കാൻ പോലും ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല. അത് പറഞ്ഞപ്പോൾ DFO പറയുന്നത് എന്താ, ആനേന്റെ പ്രജനന സമയമാണിപ്പോൾ. മനുഷ്യന്റെ ജീവനേക്കാളും ഡിപ്പാർട്ട്മെന്റിന് ആനേന്റെ പ്രജനന കാലാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ 32 കുടുംബത്തിൽ ചെറിയ കുട്ടികൾ മുതൽ ഏകദേശം 80-85 വയസ്സ് പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദന്യുള്ള ആളുകളുണ്ട് ഇവിടെ. അപ്പൊ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വനത്തിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. ഈ വനത്തിന്റെ അവകാശം ഇവർക്കുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവസരം, വന്യമൃഗങ്ങളിൽ നിന്ന് കാര്യമായിട്ട് സംരക്ഷണം കൊടുക്കണം. ഇതൊരു അവകാശം തന്നെയാണ്. അതെ, അവകാശം നിറവേറ്റി കൊടുക്കുക. അത് സംരക്ഷിക്കാനും അവസാനത്തെ ഇങ്ങനത്തെ ഒരു സംഭവം ആവട്ടെ എന്ന് ഈ സരോജിനി വന്യമൃഗങ്ങളാൽ മരിക്കപ്പെടുന്ന അവസാനത്തെ ഒരാളായിട്ട് വേണം മാറാൻ. അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരും. ന്യായമായ പ്രതിഷേധമാണ്, ജീവന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. കാരണം ഇത് കാടിനുള്ളിലാണ് ഈ കോളനി ഉള്ളത്. അവിടെ എത്തിച്ചേരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ, ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ, അത് ഒരുക്കി നൽകുമെന്ന് കളക്ടർ ഉറപ്പ് നൽകാതെ ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഈ പ്രദേശവാസികൾ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18.